വാട്സ്ആപ്പ് ബഡീസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഗോവയിൽ നിന്നാണ്. അത്യാവശ്യം എല്ലാവരും പോയേക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഗോവ. അപ്പോൾ ഞങ്ങൾ ഈ റൈഡിൽ റിട്ടേൺ വന്നുകൊണ്ടിരിക്കുകയാണ്, അതായത് ഗോവയിൽ നിന്ന് കൊച്ചിയിലേക്ക് റിട്ടേൺ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞങ്ങൾ ഗോവയിൽ കുറച്ച് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു റൈഡാണത്. അപ്പോൾ നമ്മൾ വരുന്ന വഴിപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അത്യാവശ്യം കുറച്ച് മൂവീസിലൊക്കെ കണ്ടേക്കുന്ന ഒരു ലൊക്കേഷനാണിത്. അപ്പോൾ അവിടെ ഞങ്ങൾ കയറി, പിന്നെ അത്യാവശ്യം കുറച്ച് വേറെ ലൊക്കേഷൻസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ഥലത്ത് പോയേക്കുന്നതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആണത്. അതിൻ്റെ കൂടെ തന്നെ അവിടെ നിന്ന് ഞങ്ങൾ മംഗലാപുരം വന്ന് മംഗലാപുരം നിന്ന് കൂർഗിൽ നിന്ന് ഞങ്ങൾ സത്യമംഗലം വഴി കൊച്ചിയിലേക്ക് വരുന്നതിൻ്റെ ഒരു റൈഡ് വീഡിയോ ആണത് മൊത്തത്തിൽ. അപ്പോൾ അതിൻ്റെ ബാക്കി നമുക്ക് നേരിട്ട് ഇതിൽ കാണാം. ഓക്കെ, ഈ റൈഡിൽ എൻ്റെ കൂടെ ഉള്ളത് റോബിൻ എന്ന് പറയുന്ന നമ്മുടെ ഫ്രണ്ടാണ്. പുള്ളി ഒരു ഹിമാലയനായിട്ടായിരുന്നു ഈ റൈഡിൽ വന്നിരുന്നത്. ഞാൻ എൻ്റെ തണ്ടർബേഡ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ ഗോവയിൽ വെച്ചിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടുണ്ട് റാസിക് എന്ന് പറഞ്ഞിട്ട്. പുള്ളീനെ നമ്മൾ മീറ്റ് ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ പുള്ളിയെ കുറച്ച് ഹാങ് ഔട്ട് ചെയ്യുന്ന കുറച്ച് സ്ഥലങ്ങൾ, അതായത് പുള്ളിയുടെ ഹാങ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കൊണ്ട് കണ്ടം വഴി പോക്കും, ഇതൊക്കെയാണ് പുള്ളിയുടെ ഹാങ് ഔട്ട്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, എൻ്റെ ലെഫ്റ്റ് സൈഡിൽ മിററില്ല. അത് ഗോവയിൽ വെച്ചിട്ട് ഒന്ന് വണ്ടി ഒന്ന് ചെറുതായിട്ട് പടവന് അടിച്ചു. അപ്പോൾ ഞങ്ങൾ റാസിക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള റോയൽ എൻഫീൽഡ് ഷോറൂമിൽ കൊണ്ടുപോയത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് അത് ചേഞ്ച് ചെയ്തിട്ട് പിന്നെ ബാക്കി അവിടെ നിന്ന് റൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ലെഫ്റ്റ് സൈഡ് മിറർ ഇല്ലാതെ എനിക്ക് ഓടിക്കാൻ ഭയങ്കര ഒരു മടി. അപ്പോൾ അത് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചു. അത് ഹിമാലയൻ്റെ മിററാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് തണ്ടർബേഡിൻ്റെ മിറർ സുത്തமாக പിടിക്കല, എനിക്കത് തീരെ പിടിക്കാത്തൊരു സാധനമാണ് അത് തണ്ടർബേഡിൻ്റെ. അത് ഭയങ്കര വൈബ്രേഷൻ കൂടുതലാണ്. അപ്പോൾ ഹിമാലയൻ്റെയാണ് വെച്ചിരുന്നത്. അങ്ങനെ ഞങ്ങൾ റാസിക് ഏതൊക്കെയോ വഴിയിലൂടെ കൊണ്ടുപോവുകയാണ്. ആ ഫ്രണ്ടിൽ പോകുന്നതാണ് റോബിൻ. റോബിൻ ആക്ച്വലി ഹിമാലയൻ ഓടിച്ചുകൊണ്ട് പോവുകയാണോ ഹിമാലയൻ റോബിൻ ഓടിച്ചുകൊണ്ട് പോകാമെന്ന് പലതാണ് എനിക്ക് ഡൗട്ടുണ്ടായിരുന്നു, കാരണം അവൻ്റെ ഓടിക്കുന്നത് കണ്ടിട്ട്. ഇപ്പോൾ അത് റാസിക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യം, പുള്ളി ഹാങ് ഔട്ട് ചെയ്യുന്ന സ്ഥലമെന്നാണ്. അതായത് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ ഹാങ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായ കുടിക്കാൻ വല്ല ചായക്കടയിലൊക്കെയാണ് പോകുന്നത്. പുള്ളി ഹാങ് ഔട്ട് ചെയ്യുന്നത് ഇങ്ങനത്തെ ലൊക്കേഷൻസിലാണ്. അപ്പോൾ എനിക്ക് തണ്ടർബേഡും കൊണ്ട് ചെറുതായിട്ട് ഓഫ് റോഡ് പോകുമ്പോൾ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലഗേജസ് ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ തണ്ടർബേഡ് എന്നല്ല, ഏതാണെങ്കിലും. അപ്പോൾ പുള്ളി ഞങ്ങളെ കൊണ്ടുപോയ വഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബമ്പി റൈഡ്സ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് ബാക്കിൽ സാഡിൽ ബാഗ് ആയിരുന്നു, ഞാനത് വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ സാഡിൽ ബാഗാണ്, പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിൽ ടാങ്ക് ബാഗും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ മിററൊക്കെ പിടിപ്പിച്ചേക്കുന്നത്, അടിപൊളിയായില്ല. അപ്പോൾ പുള്ളി ഇവിടെ നമ്മളങ്ങനെ കുറച്ച് നേരം കാണിച്ചു, ലൊക്കേഷൻസൊക്കെ കാണിച്ച് നമ്മളത് കുറച്ച് നേരം അവിടെ നിന്നു. അതിനുശേഷം പിന്നെ ഇവിടെ നിന്ന് നമ്മൾ അടുത്തൊരു ലൊക്കേഷനിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ഞങ്ങളെ കൊണ്ടുപോയത് ഗോവയിൽ. വണ്ടിയിൽ നിന്നൊരു സംഭവം ചാടിപ്പോയി. ഞാൻ ടാങ്ക് ബാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ പവർ ബാങ്ക് താഴെ വീണു. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് റിട്ടേൺ പോവാണ്. താങ്ക് യു. വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ തന്നെ ചേട്ടൻ ആ സാധനം എടുത്തു തന്നു, വളരെ ഉപകാരമായി. ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങിയിട്ട് എടുക്കേണ്ടി വന്നേനെ. എന്തായാലും നമ്മൾ കുറച്ച് ലൊക്കേഷൻസും കൂടി ഇന്ന് പോകുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് വിടുകയാണ്.
റാസിക്ക് ഞങ്ങളെ രണ്ടാമത് കൊണ്ടുപോയ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുളിക്കാൻ പറ്റുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ കൊണ്ടുപോയത്. പക്ഷേ നമ്മൾ ഈ റൈഡിലായതുകൊണ്ട് പിന്നെ ഈ റൈഡിങ് കേസ് കൂരാനുള്ള മടി കാരണം ഞങ്ങൾ കുളിക്കാൻ നിന്നില്ല. പക്ഷേ ലൊക്കേഷൻ കാണാൻ വേണ്ടി പോയി. ഈ ലൊക്കേഷൻ എവിടെയാണ് ഗോവയിൽ നിന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയക്കുക. ഞാൻ മാപ്പിൻ്റെ ലൊക്കേഷൻ ഞാൻ കറക്റ്റായിട്ട് അയച്ചു തരാം. ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തുകൊണ്ട് ജിയോ ടാഗിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്ഥലമായിരുന്നു അത്. Normal 500. Normal full tank. Normal. అక్కడే వా సరే. അപ്പോൾ നേരത്തെ കണ്ട വീഡിയോൻ്റെ ബാക്കി എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ പോയെന്ന് വേണം പറയാൻ. എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ GoPro വെള്ളത്തിൽ വീണിട്ട് നമ്മളെ വെള്ളത്തിൽ മുക്കിയെടുത്തതിന് ശേഷം അത് ക്യാമറ ചെറിയ വർക്കിംഗ് ഇഷ്യൂസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ബാറ്ററിയൊക്കെ ഊരി മാറ്റി വെച്ചേക്കുമായിരുന്നത്. അതിന് ശേഷമാണ് പിന്നെ ഇത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈസൂരിൽ നിന്ന് നമ്മൾ സത്യമംഗലത്തേക്ക് പോകുന്നതാണ്. ഇവിടെ നമ്മൾ റൈറ്റാണ് എടുക്കുന്നത് ഈ ജംഗ്ഷനിൽ നിന്ന്. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ GoPro നോർമലി വാട്ടർ പ്രൂഫ് ആണെന്ന് പറയുന്നത്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമ്മൾ വെള്ളത്തിൽ മുക്കിയെടുത്ത് കഴിഞ്ഞപ്പോൾ ഈ ക്യാമറ ഞങ്ങൾ നോക്കിയപ്പോൾ ഡിസ്പ്ലേക്കകത്തൊക്കെ വെള്ളം ഇരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളത് ഊരി മാറ്റി അതിനുശേഷം ബാറ്ററിയും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് അത് ഡ്രൈ ആവാൻ വേണ്ടി വെച്ചു. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് മംഗലാപുരം പോയി. മംഗലാപുരത്ത് നിന്ന് നേരെ കൂർഗ് പോയി. കൂർഗിന് ശേഷം ഞങ്ങൾ മൈസൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് പിന്നെ ഞങ്ങൾ ക്യാമറ ഓൺ ആക്കിയത്. അപ്പോൾ ഇത് ഞങ്ങളിങ്ങനെ ചാമരാജനഗർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടാണത്. അപ്പോൾ നല്ലൊരു വ്യൂ കണ്ടപ്പോൾ ഞങ്ങളിവിടെ ചവിട്ടി. ഞങ്ങളിവിടെ പോകുന്ന വഴി ഒരു ചെറിയ പണി കിട്ടി. റോബിൻ്റെ വണ്ടി പഞ്ചറായി. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് കന്നഡ അറിയാവുന്നതുകൊണ്ട് അവിടെ വഴി പോയ ഒരാളുടെ അടുത്ത് ഞാൻ ചോദിച്ചു എവിടെയാണ് അടുത്ത പഞ്ചർ ഇടാന്നുകൊണ്ട് അങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. പിന്നെ ഇവർ വലിയ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് അളിയനോട് ടാങ്കിൻ്റെ മേലേക്ക് കുറച്ച് കയറിയിരിക്കാൻ പറഞ്ഞിട്ടാണ് ഓടിക്കാൻ പറഞ്ഞത്. അവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ അടുത്തുള്ള ഒരു പഞ്ചർ കടയിലേക്ക് എത്തി. അവിടെയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ഡിസ്ക് ബ്രേക്കുള്ള വണ്ടികൾ ഊരാനറിയില്ല. പിന്നെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഊരിയിട്ട് അവിടെ നിന്ന് പിന്നെ കുറച്ച് ചെന്നിട്ട് ഒരു ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ തൊട്ടടുത്തുള്ളൊരു കടയിൽ പോയിട്ട് തന്നെ നോർമൽ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് പിന്നെ യാത്ര പിന്നെയും തുടങ്ങി. അങ്ങനെ നമ്മൾ ചാമരാജനഗർ റൂട്ട് ക്രോസ് ചെയ്യണം. അവിടെ അത്യാവശ്യം ട്രാഫിക്കും കാര്യങ്ങളും ഉണ്ട്. കുഴപ്പമില്ലാത്തൊരു ടൗണായിരുന്നു അത്. പക്ഷേ ഈ പറഞ്ഞ മാതിരി ആൾക്കാർ ഓപ്പോസിറ്റ് വരുന്ന കാര്യങ്ങളും എല്ലാം ആ റൂട്ടിൽ കാണാമായിരുന്നു. നമുക്ക് കുറേയൊക്കെ ഏരിയയിൽ ഇതൊക്കെ തന്നെ സ്ഥിരമാണത് ഇങ്ങനെ വരുന്നത്. Just like the street lights lit this town, like a fire in a blaze, gotta burn it down. Can't be afraid to leave this out. We got this far, don't know how. I see danger in us. They know we'll burn down the night. Coming just like the sunrise. You know that we gonna light it up. Tonight we gonna light it up. Tonight we gonna light it up. Just like the sunrise, we gonna light it up. ഞങ്ങൾ ഫുഡ് കഴിച്ച് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് പിന്നെ ചായയുടെ കാര്യത്തിൽ ഞങ്ങളൊരു കോംപ്രമൈസ് ഉണ്ടായിരുന്നില്ല. ചായ നമ്മൾ നോർമൽ എപ്പോൾ കിട്ടിയാലും നമ്മൾ കുടിക്കുന്ന ഒരവസ്ഥയിൽ ഞങ്ങൾ ചായക്കട കണ്ടപ്പോൾ അവിടെ ചവിട്ടി. നല്ല അടിപൊളി ചായയായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ കുറച്ചങ്ങോട്ട് പുറപ്പെട്ട് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ കിട്ടാൻ തുടങ്ങി. മഴ കിട്ടി തുടങ്ങിയപ്പോൾ നമ്മളെല്ലാവരും അത്യാവശ്യം നമ്മൾ ലോങ് റൈഡ് പോകുമ്പോൾ റെയിൻ ഗിയേഴ്സും കാര്യങ്ങളെല്ലാം റെയിൻ കോട്ട് അതേപോലെ തന്നെ നമുക്ക് ലഗേജ് ഉള്ളതുകൊണ്ട് ലഗേജൊക്കെ കവർ ചെയ്യാനുള്ള കവേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു.
അപ്പോൾ നമ്മൾ ആ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ലഗേജൊക്കെ എല്ലാം കവർ ചെയ്തിട്ടിട്ട് അവിടെ നിന്നാണ് പിന്നെ പോയത്. പിന്നെ മഴ തുടങ്ങിയ ടൈമിലായപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയിട്ട് പിന്നെ അതിനുശേഷം നമ്മൾ റെയിൻ കോട്ടൊക്കെ എടുത്തിട്ടു, ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചു. കാരണം എന്താ വെച്ചാൽ വെറുതെ മഴ നനഞ്ഞ് നശിപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഫോണൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടാണ് പിന്നെ അവിടെ നമ്മൾ യാത്ര തുടങ്ങുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ റൂട്ട് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരം നമ്മളിപ്പോൾ ഒന്നില്ലെങ്കിൽ മൈസൂരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഗോവയിൽ നിന്ന് വരുമ്പോൾ നമ്മൾ നോർമലി മംഗലാപുരം റൂട്ട് അവിടെ നിന്ന് കാലിക്കട്ട് അങ്ങനെയുള്ള റൂട്ടാണ് നമ്മൾ തിരിച്ച് കൊച്ചിക്ക് വരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ എടുത്തതെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ മൈസൂരിൽ നിന്ന് വരികയാണെങ്കിൽ തന്നെയും നമ്മൾ മൈസൂരിൽ നിന്ന് നോർമലി പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ തന്നെ വയനാട് പോയി അങ്ങനെയാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഈ ഒരു റൂട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധവൽ എന്ന് പറഞ്ഞ നമ്മുടെ ഫ്രണ്ടുണ്ട്, പുള്ളിയാണ് നമ്മളോട് ഈ റൂട്ട് പോകാൻ പറഞ്ഞത്. അതായത് പുള്ളി സ്ഥിരം മൈസൂർ പോകുമ്പോൾ ഈ റൂട്ടാണ് എടുക്കാറ്. അപ്പോൾ ഈ ഒരു റൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് കേട്ടുള്ളതാണ് വീരപ്പൻ്റെ ഒരു ഏരിയ സത്യമംഗലം, അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫോറസ്റ്റ് റൂട്ട് നമ്മൾ എടുക്കുന്നത്. ഇതിൻ്റെ ബാക്കി വീഡിയോസ് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം, അത് ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ടിൽ ദെൻ ബൈ ഗൈസ്.